വാലന്റൈൻസ് ഡേ ആരോടും പറയാതെ ആരും അറിയാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രണയം പുറം ലോകം അറിയുന്ന ദിനം. ഇന്ന് വാലന്റൈൻസ് ഡേ ലോകം മുഴുവൻ ആഘോഷിക്കപ്പെടുന്ന ഒരു ദിനമാണ്. എന്നാൽ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള പൊലിമയിൽ പ്രണയദിനം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. വാലന്റൈൻസ് ഡേയുടെ ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. ഫെബ്രുവരി 14 ആഘോഷിക്കുന്ന വാലന്റൈൻസ് ഡേയുടെ ചരിത്രം അല്പം സങ്കീർണവും മങ്ങിയതുമാണ്. ഫെബ്രുവരി 14 അതിനടുത്തോ വധിക്കപ്പെട്ട ഒരു ക്രിസ്ത്യൻ രക്തസാക്ഷിയായ വിശുദ്ധ വാലന്റൈനുമായി ഇതിന്റെ ഉത്ഭവം പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാണ് സെന്റ് വാലന്റൈൻ? ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലം. അന്ന് കത്തോലിക്ക സഭയുടെ ബിഷപ്പായിരുന്നു വാലന്റൈൻ. അങ്ങനെയിരിക്കെ റോമൻ ചക്രവർത്തി ഒരു അസാധാരണ ഉത്തരവ് റോമിലിറക്കി. ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു. വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നിയതിനാലാണ് ഇത്തരത്തിലൊരു വിചിത്ര ഉത്തരവിറക്കിയത്. എന്നാൽ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കാൻ തുടങ്ങി. വിവരം അറിയാനിടയായ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിലടച്ചു. ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലായി. ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും കാരണം ആ പെൺകുട്ടിക്ക് പിന്നീട് കാഴ്ചശക്തി ലഭിച്ചു. അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈന്റെ തലവെട്ടാൻ വിധിച്ചു. തലവെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതി ഒരു കുറിപ്പ് വെച്ചു. അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈന്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 14 വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. 14-ാം നൂറ്റാണ്ട് മുതലാണ് വാലന്റൈൻസ് ദിനം പ്രണയ ദിനമായി ആഘോഷിച്ചു തുടങ്ങിയത്. വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ പ്രചാരത്തിലുള്ള കഥ ഇതാണെങ്കിലും കത്തോലിക്ക സഭ വാലന്റൈൻ എന്നു പേരുള്ള 3 വിശുദ്ധരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ഇവരിൽ ആരാണ് കഥയിലെ യഥാർത്ഥ വാലന്റൈൻ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട മറ്റൊരു സിദ്ധാന്തം നോക്കുകയാണെങ്കിൽ വാലന്റൈൻസ് ഡേയെ റോമൻ അവധിക്കാല ഉത്സവമായ ലൂപ്പർകാലിയയുമായി ബന്ധിപ്പിക്കുന്നു എന്നതാണ്. ഫെബ്രുവരി പകുതിയോടെയാണ് ലൂപ്പർകാലിയ ആഘോഷിക്കപ്പെടുന്നത്. വസന്തത്തിന്റെ വരവിനെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ആഘോഷത്തിന്റെ ഉദ്ദേശം. ഈ ഉത്സവത്തിൽ പ്രത്യുൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ള ആചാരങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ആടുകളുടെയും നായ്ക്കളുടെയും ബലി, തുടർന്ന് സ്ത്രീകളെ മൃഗത്തോൽ ഉപയോഗിച്ച് അടിക്കുന്നത് എന്നിവ ഉൾപ്പെട്ട പ്രത്യുൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ആചാരമായിരുന്നു ഇത്. പിന്നീട് 5-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഈ ആഘോഷം ക്രൈസ്തവ ആഘോഷമായി കാണാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോപ്പ് ഗലാസിയസ് 1 ഫെബ്രുവരി 14 സെന്റ് വാലന്റൈൻസ് ദിനമായി പ്രഖ്യാപിച്ചു. എന്നാൽ അതിനും ഏറെക്കാലത്തിന് ശേഷമാണ് അത് പ്രണയവുമായി ബന്ധപ്പെട്ട ദിനമായി മാറിയത്. 14-ാം നൂറ്റാണ്ടിൽ ജെഫ്രി ചോസർ എഴുതിയ ദ പാർലമെന്റ് ഓഫ് ഫൗൾസ് എന്ന കവിത ആദ്യത്തെ വാലന്റൈൻസ് ഡേ കവിതയായി പലപ്പോഴും പരാമർശിക്കപ്പെടുന്നു. 20-ാം നൂറ്റാണ്ടോടെ ഹാൾമാർക്ക് പോലുള്ള കമ്പനികൾ വാലന്റൈൻസ് കാർഡുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ചതോടെ വാലന്റൈൻസ് ഡേ ഒരു വാണിജ്യവൽകൃത ദിനമായി മാറി. ഇന്ന് പൂക്കൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ, ആഭരണങ്ങൾ, ചോക്ലേറ്റുകൾ, ഗിഫ്റ്റുകൾ തുടങ്ങിയ എല്ലാം വൻതോതിൽ വിറ്റുപോകുന്ന ഒരു പ്രധാന ഇന്റർനാഷണൽ ദിനമായി വാലന്റൈൻസ് ഡേ മാറിക്കഴിഞ്ഞു. വാലന്റൈൻസ് ദിനാഘോഷത്തിൽ നമ്മുടെ ഇന്ത്യയും ഒട്ടും പിന്നിലല്ല. 2024 ഇന്ത്യയുടെ വാലന്റൈൻസ് ഡേ മാർക്കറ്റ് ഏകദേശം 25,000 കോടി രൂപയിലായിരുന്നു എത്തിയത്. ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള വർധനവാണ് രേഖപ്പെടുത്തുന്നത്. പ്രണയദിന ചെലവിലെ ഈ കുതിച്ചുചാട്ടം ഇന്ത്യയിൽ പ്രണയദിനത്തിന്റെ വർദ്ധിച്ചു വരുന്ന വാണിജ്യവൽക്കരണത്തെ പ്രതിഫലിപ്പിക്കുന്നു. പ്രണയദിനമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ സംഘടിപ്പിക്കാറുണ്ട്. പലതും വാർത്തകളിൽ നിറയുന്നതുമാണ്. ടെന്നസിയിലെ മെംഫിസ് മൃഗശാലയിലെ വാലന്റൈൻസ് ദിനാഘോഷമാണ് അത്തരത്തിൽ ശ്രദ്ധ നേടിയ ഒന്ന്. ഡേറ്റിംഗ് അല്ലെങ്കിൽ ഡംപിംഗ് എന്ന പേരിൽ ഒരു വൻ പ്രമോഷനോടെയാണ് മെംഫിസ് മൃഗശാല വാലന്റൈൻസ് ദിനം ആഘോഷിക്കുന്നത്. നിലവിലെ കാമുകിക്കും മുൻ കാമുകിക്കും ഓരോ ഡിജിറ്റൽ കാർഡ് അയക്കാൻ കഴിയുന്നതാണ് ഡേറ്റിംഗ് ഓർ ഡംപിംഗ് എന്ന് പറയുന്നത്. ഡേറ്റിംഗ് എന്താണെന്ന് നോക്കിയാൽ ചുവന്ന പാണ്ട മുന്തിരിപ്പഴം തിന്നുന്ന മനോഹരമായ വീഡിയോയ്ക്കൊപ്പം ഒരു ഡിജിറ്റൽ കാർഡ് നിങ്ങളുടെ കാമുകിക്ക് അയക്കാം. ഇനി ഡംപിംഗ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മെംഫിസ് മൃഗശാലയിലെ ആന മലമൂത്ര വിസർജനം ചെയ്യുന്നതിന്റെ നർമ്മ വീഡിയോയ്ക്കൊപ്പം ഒരു ഡിജിറ്റൽ കാർഡ് മുൻ കാമുകിക്ക് അയക്കാം എന്നതാണ്. മെംഫിസ് മൃഗശാലയിലെ 3500-ലധികം മൃഗങ്ങളുടെ പരിപാലനത്തിനും സംരക്ഷണത്തിനും പിന്തുണ നൽകിക്കൊണ്ട് നിങ്ങളുടെ പ്രണയിനിക്കോ മുൻ കാമുകിക്കോ രസകരമായ ഒരു വാലന്റൈൻസ് സമ്മാനം അയക്കാൻ സാധിക്കും എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത. എന്തായാലും പ്രണയിക്കുന്നവരും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവരുമെല്ലാം ഏറെ കാത്തിരിക്കുന്ന ഒരു ദിനമാണ് പ്രണയദിനം.
ഫെബ്രുവരി 7-ന് തുടങ്ങുന്ന റോസ് ഡേ മുതൽ കിസ് ഡേ വരെ നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചത്തെ ആഘോഷങ്ങൾക്ക് ശേഷമാണ് വാലന്റൈൻസ് ദിനം എത്തുന്നത്. പ്രണയം പറയുന്നതിനൊപ്പം സമ്മാനങ്ങൾ കൈമാറുകയും സന്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുമ്പോഴാണ് ഓരോ വാലന്റൈൻസ് ഡേയും പൂർത്തിയാകുന്നത്. അപ്പോൾ എത്രയും വേഗം തന്നെ ഉള്ളിലുള്ള ആ പ്രണയത്തെ പുറത്തേക്കെടുത്തോ.